സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീനിയർ ഡോക്ടർമാർ ഇന്ന് ഒ.പി. ബഹിഷ്കരിച്ചു. ശമ്പള പരിഷ്കരണത്തിലെ അപാകത, തസ്തിക നിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ പരിഹാരം കാണാത്തതിലാണ് 4ാം തവണയും KGM-CTA ഒ.പി. ബഹിഷ്കരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീനിയർ ഡോക്ടർമാർ ഇന്നും ഒ.പി. ബഹിഷ്കരിക്കുകയാണ്. KGM-CTA ആണ് ഒ.പി. ബഹിഷ്കരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒ.പിയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ 4ാം വട്ടം റിലേ സമരമായിട്ട് നിരവധി സമരങ്ങൾ ഈ സീനിയർ ഡോക്ടർമാർ നടത്തിയിരുന്നു. ഇന്ന് 4ാം വട്ട ഒ.പി. ബഹിഷ്കരണമാണ് ഇപ്പോൾ ഇവിടെ സീനിയർ ഡോക്ടർമാർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ജൂനിയർ ഡോക്ടർമാരുടെ, അതായത് PG ഒക്കെ ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനം, ഒ.പി. സേവനം ഉണ്ട്. ആ ഒ.പി. സേവനത്തിനാണ് ഇത്രയും രോഗികൾ, ഈ വരി കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇത്രയും രോഗികൾ ഈ സേവനത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ സീനിയർ ഡോക്ടർമാർ ഇല്ലാതെയാകുമ്പോൾ, അവരുടെ സേവനം ഇല്ലാതെയാകുമ്പോൾ ജൂനിയർ ഡോക്ടർമാർക്ക് തന്നെ ഇത്രത്തോളം രോഗികളെ നോക്കി തീർക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളതാണ് കാര്യം. പക്ഷേ പ്രധാനമായിട്ടും ഇവരുന്നയിക്കുന്ന കുറേ ആവശ്യങ്ങളുണ്ട്. ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ തസ്തിക നിർണയം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊന്നും സർക്കാർ ഇവർക്ക് അനുകൂലമായി KGM-CTA ഡോക്ടർമാർക്ക് അനുകൂലമായ ആ തീരുമാനത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് ആ സമരവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവരുടെ വിശദീകരണം. 200ഓളം പോസ്റ്റുകൾ ആവശ്യമുള്ള ഈ മെഡിക്കൽ കോളേജുകളിൽ കേവലം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് വെറും 44 പോസ്റ്റുകളാണ്. അതും തന്നെ ധനവകുപ്പ് മുന്നോട്ട് വെച്ചത് 30 പോസ്റ്റുകളാണ്. ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചത് 60 പോസ്റ്റുകൾ. ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് ഇപ്പോൾ 44 പോസ്റ്റുകളിൽ അവർ ലേലം വിളി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജൂനിയർ ഡോക്ടർമാരാണ് നോക്കുന്നത്. അറിയാമായിരുന്നോ? ഇല്ല, ഇവിടെ വന്നേരി അറിഞ്ഞേ, കൊയിലാണ്ടിന്ന് വരിക. അറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് അറിയായിരുന്നു. സർജറി കഴിഞ്ഞ ആഴ്ച. അപ്പോൾ സ്റ്റിച്ച് റിമൂവ് ചെയ്യണം, വീണ്ടും സർജറിൻ്റെ പറഞ്ഞു, അത് കാരണം വന്നതാണ്. ഈ വിഷയം അനുകൂലമായി സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലും റിലേ സമരങ്ങൾ ഉണ്ടാകുമെന്നും ഈ ഡോക്ടർമാർ പറയുന്നുണ്ട്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.